സ്വർണ്ണവിലയ്ക്കൊരു സ്ഥിരതയുണ്ട്, മയക്കുമരുന്നിൻ്റെ വിലയ്ക്ക് ഒരു സ്ഥിരതയുണ്ട്. ഈ ലോകത്ത് ഒരു സ്ഥിരതയുമില്ലാത്ത, ഒരു വിലയുമില്ലാത്ത വാക്കുകളായി മാറിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വാക്കുകൾക്കാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ ഓരോ സന്ദർഭങ്ങളിലും പറയുന്നത് ശുദ്ധമായ വിടുവായുത്തങ്ങളും ഒരു സ്ഥിരതയുമില്ലാത്ത വാചകങ്ങളുമാണ്. ആദ്യം 2 ദിവസം കൊണ്ട് തന്നെ ലക്ഷ്യം പൂർത്തിയായെന്നും ഇനി മുജിത്തബ കാംനയെ അംഗീകരിക്കില്ല, അവിടെ യഥാർത്ഥത്തിലുള്ള റെജിം ചേഞ്ച് ഉണ്ടായേ പറ്റൂവെന്നും അത് ഞാൻ കൂടി തീരുമാനിക്കുമെന്നും ഒക്കെ പ്രസ്താവന നടത്തി. പിന്നീട് യുദ്ധം വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് റെജിം ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നീട് യുദ്ധം തീരാൻ പോകുന്നെന്ന് പറഞ്ഞു. പിന്നീട് ഹോർമിസ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഹോർമിസ് തുറന്നാലും തുറന്നില്ലെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞു. തുറക്കാതെ നിർത്തുമെന്ന് പറഞ്ഞു. നാറ്റോ വരാൻ പറഞ്ഞു. നാറ്റോ കൊള്ളത്തില്ല, പേപ്പർ പുലിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ മാറിയും തിരിഞ്ഞും വാക്കിന് ഒരു നെറിയും വെറിയുമില്ലാത്ത ഒരു വസ്തുവായി ഡൊണാൾഡ് ട്രംപ് മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാക്കി എല്ലാ വസ്തുക്കൾക്കും ഈ പ്രപഞ്ചത്തിൽ ഒരു വിലയുണ്ട്, പറയുന്നതിനൊരു സ്ഥിരതയുണ്ട്. പറയാതെ തന്നെ ചെയ്യുന്ന ചൈന, റഷ്യ പോലെയുള്ള രാജ്യങ്ങളുണ്ട്. അവർ പലതും ബാഹ്യമായി പറയുന്നില്ല, പക്ഷേ രഹസ്യമായി ചെയ്യുന്നുണ്ട്. നമ്മുടെ കിം ജോങ് ഉന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത് പോലെ ചെയ്യുമെന്ന് എല്ലാവർക്കും ഒരു വിലയുണ്ട്, നിലവാരമുണ്ട്. എന്നാൽ ഇത് ഉടൻ തന്നെ കനത്ത പ്രത്യാക്രമണം നടത്തും, 48 മണിക്കൂർ ഡെഡ് ലൈൻ കൊടുക്കുന്നു, 24 മണിക്കൂർ ഡെഡ് ലൈൻ കൊടുക്കുന്നു, തുറന്നില്ലെങ്കിൽ അത് സംഭവിക്കുമെന്ന് പറയുന്നു. ജോർജ് ബുഷ് കപ്പൽ വരുന്നു, അതിനു മുമ്പ് ജെറാൾഡ് എഫ് ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ വരുന്നു. ഇതെല്ലാം വന്ന് സാധനം നിറയെ കപ്പലുമായി വരുന്നത് പോലെ അങ്ങനെ അത് പൂർത്തിയാക്കി കപ്പൽ സാധനമായിട്ട് തിരിച്ചങ്ങ് പോവുക. ഈ കപ്പലിന് തന്നെ എന്തോ കപ്പൽ പിടിപെട്ട രീതിയിൽ. ഏതായാലും അത്തരത്തിലുള്ള ഒട്ടേറെ സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിലവാരമില്ലായ്മ, സ്റ്റെബിലിറ്റി ഇല്ലായ്മ, വാക്കിന് വിലയില്ലായ്മ, അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലാണ് ട്രംപ് നിൽക്കുന്നത്. ഏതായാലും ഇനി പറയുന്നതിലെങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ, അതല്ലെങ്കിൽ ഇതിൻ്റെ അന്ത്യം കുറിച്ച് കഴിഞ്ഞ് എന്തായിരിക്കും ഇതിൻ്റെ ഒരു സ്ഥിതിവിശേഷം, എന്താണ് ഇയാൾ ഇത്രയും പരിഭ്രാന്തനായത്, ഇദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റിയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചാനൽ അവതാരകൻ യുദ്ധം തുടങ്ങിയത് മുതലുള്ള ട്രംപിൻ്റെ ശരീരഭാഷ വിശകലനം ചെയ്ത് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഞാൻ മറ്റൊരവസരത്തിൽ പറയാം.